ഹലോ എവരിബഡി, വെൽക്കം ടു ഡെൻറ്റ് ഈസി വിത്ത് MJ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒക്ലൂഷൻ കർവ്സിനെയാണ്. ഫ്രം ദ ചാപ്റ്റർ ഒക്ലൂഷൻ ഓൺ DOH. മെയിൻലി നമുക്ക് 3 കർവുകളാണുള്ളത്: കർവ് ഓഫ് സ്പീ, കർവ് ഓഫ് വിൽസൺ ആൻഡ് കർവ് ഓഫ് മോൺസൺ. ആദ്യം നമ്മൾ കർവ് ഓഫ് സ്പീനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഈ കർവ് ഓഫ് സ്പീ എന്ന് പറയുന്നത് ഒരു ആൻറ്ററോ പോസ്റ്റീരിയർ ആയിട്ടുള്ള കർവാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ കെനൈനിൻ്റെ ടിപ്പിൽ നിന്നും അത് തുടങ്ങുന്നു, എന്നിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പ്രീമോളാറിൻ്റെ ടിപ്പിലേക്കും പിന്നീട് അത് മോളാറിൻ്റെ ടിപ്പിലേക്കുമാണ് പോകുന്നത്. എന്നിട്ട് കോണ്ടൈലിലൂടെ പോയിക്കൊണ്ട് അവിടെ ഒരു ആർച്ച് ഫോം ചെയ്യുന്നു എന്നാണ് ഇറ്റ് ഫോംസ് എൻ ആർച്ച് ത്രൂ ദ കോണ്ടൈൽ. ഇനി ഈ ഒരു കർവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു സർക്കിൾ പോലെയായി മാറും വിത്ത് എ ഡയമീറ്റർ ഓഫ് 4 ഇഞ്ച്. ഈ ഒരു കർവ് ഒരു ആർട്ടിഫിഷ്യൽ ഡെഞ്ചറിലാണ് ഫോം ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മളതിനെ പോസ്റ്റീരിയർ കോമ്പൻസേറ്ററി കർവ് എന്ന പേരിലാണ് പറയാം. ഇനി ഈ കർവ് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഈസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഇൻ ആക്സിയൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലോവർ ടീത്ത്. താഴെ കാണുന്ന പല്ലിലെ ആക്സിയൽ അറേഞ്ച്മെൻറ്റിൽ ഒരു വേരിയേഷൻ ഉണ്ടാവുന്നത് കാരണമാണ് ഈ ഒരു കർവ് ഉണ്ടാവുന്നത്. ഇനി ഇൻ മാൻഡിബുലർ ടീത്തിൽ ദർ ഈസ് ഗ്രാജുവൽ ആയിട്ടുള്ളൊരു മീസിയൽ ആയിട്ടുള്ളൊരു ടിൽറ്റേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് എന്തിന് കാരണമാകും? ഈ കർവ് ഓഫ് സ്പീക്ക് കാരണമാകും. അപ്പോൾ മീസിയൽ ഭാഗത്തെ ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ടിൽറ്റാണ് എന്തിന് കാരണമായിട്ടുള്ളത്? ഈ കർവ് ഓഫ് സ്പീക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ മെയിൻലി നമ്മുടെ ലോവർ ടീത്തിൽ വേരിയേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ്, ആക്സിയൽ അറേഞ്ച്മെൻറ്റിൽ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് മെയിൻലി സംഭവിക്കുന്നത്. മാൻഡിബുലർ ടീത്തിൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു മീസിയൽ ഭാഗത്തേക്ക് ഒരു ടിൽറ്റ് വരുന്നുണ്ട്. അത് എന്തിന് കാരണമാകുന്നു? കർവ് ഓഫ് സ്പീക്ക് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കർവ് ഓഫ് വിൽസനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ കർവ് ദാറ്റ് കോണ്ടാക്ട് ബക്കൽ ആൻഡ് ലിംഗ്വൽ ടിപ്പ് ഓഫ് മാൻഡിബുലർ ടീത്ത്. മാൻഡിബുലാർ ആയിട്ടുള്ളൊരു ടീത്തിൻ്റെ ബക്കലും ലിംഗ്വലുമായുള്ള കസ്പുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു കർവിനാണ് നമ്മൾ കർവ് ഓഫ് വിൽസൺ എന്ന് പറയുന്നത്. ഈ കർവ് മെയിനായിട്ട് മീസിയോ ലാറ്ററൽ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് പോവുക. ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഡെഞ്ചറിൽ നമ്മളിതിനെ ലാറ്ററൽ ആയിട്ടുള്ള കോമ്പൻസേറ്ററി കർവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ ഒരു കർവ് ഉണ്ടായതെന്ന് നമുക്ക് പറയാം. ഈ കർവ് ഓഫ് വിൽസൺ എങ്ങനെ ഫോം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഇൻവേർഡ് ആയിട്ടുള്ളൊരു ഇൻക്ലിനേഷൻ വരുന്നുണ്ട്. ഈ ഇൻവേർഡ് ആയിട്ടുള്ള ഇൻക്ലിനേഷനാണ് ഈ കർവ് ഓഫ് വിൽസന് കാരണമാവുന്നത്. അപ്പോൾ ഈ ഒരു കർവ് ഓഫ് വിൽസൺ കാരണം ടീത്ത് മിഡിൽ ടെറിഗോയിഡിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ പാരലൽ ആയിട്ടുള്ള ടീത്തിന് അറേഞ്ച്മെൻറ്റ് മാസ്റ്റിഗേറ്ററി ഫോഴ്സസിന് റെസിസ്റ്റൻറ്റ് ടു മാസ്റ്റിഗേറ്ററി ഫോഴ്സസ്. അപ്പോൾ ഇങ്ങനെ പാരലൽ അറേഞ്ച്മെൻറ്റ് ആകുമ്പോൾ ടീത്ത് എന്തായിട്ട് മാറും? റെസിസ്റ്റൻറ്റ് ടു മാസ്റ്റിഗേറ്ററി ഫോഴ്സസ് ആവും. ഇത്തരത്തിലുള്ള ഇൻവേർഡ് ഇൻക്ലിനേഷൻ ബക്കൽ കസ്പിനെ എലിവേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഫുഡൊക്കെ എന്ത് ചെയ്യില്ല, ഒക്ലൂഷൻ സർഫസിലേക്ക് മൂവ് ചെയ്യില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കർവ് ഓഫ് മോൺസൺ ആണ്. ഈ കർവ് ഓഫ് സ്പീയും കർവ് ഓഫ് വിൽസണും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് നമ്മൾ കർവ് ഓഫ് മോൺസൺ എന്ന് പറയുന്നത്. ടു ഓൾ കസ്പലും അതുപോലെ ഇൻസൈസിൽ എഡ്ജിലേക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കർവ് ഓഫ് മോൺസനെ നമ്മളൊരു 3D കർവ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒക്ലൂഷൻ്റെ 3 കർവുകൾ. ഇതിൻ്റെ ചിത്രവും കൂടെ നിങ്ങളിതിൽ ഉൾപ്പെടുത്തണം. ചിത്രം കൂടെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് മുഴുവനായിട്ടും മാർക്ക് DOHൽ കിട്ടുള്ളൂ. നിങ്ങളുടെ മാജി ജോസിലും ഓർബൻസിലൊക്കെ ഇതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത്രയും പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹാർട്ട് ഇട്ട് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റു ടോപ്പിക്കുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ദിസ് ഈസ് നിരഞ്ജന സൈനിങ് ഓഫ്. താങ്ക് യു.